വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ഒരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. സോ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് ഞാൻ നിങ്ങളോട് ഇടയ്ക്കിടയ്ക്ക് എല്ലാ വീഡിയോയിലും മെൻഷൻ ചെയ്യുന്ന പോലെ ആ സ്ഥലത്തോട്ടാണ്, ശിവാനന്ദ ആശ്രമയാണ്ടം, എൻ്റെ സെക്കൻഡ് ഹോമിലോട്ട്. സോ കുറേ നാളായി. ഞാൻ കഴിഞ്ഞ വർഷം ന്യൂ ഇയർ ടൈം പോയതാണ്. ഇത്തവണ ന്യൂ ഇയർ ടൈം ഞാൻ വർക്കലായിരുന്നു, സോ എനിക്ക് പോകാൻ പറ്റിയില്ല. സോ നമ്മളത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. എനിക്ക് ഇപ്പോൾ ഒരു വീക്കെൻഡായിട്ട് ഇരിക്കുവാണ്. സോ ഐ തോട്ട് പോവാമെന്ന്. സോ മൺഡേ, ഇന്നിപ്പോൾ സാറ്റർഡേ ആണ്, മൺഡേ എൻ്റെ ബർത്ത്ഡേ ആണ്. സോ അതെല്ലാം കൂടെ പ്ലാൻ ചെയ്തിട്ടാണ് ഞാൻ പോകുന്നത്. ഇനി നമുക്ക് വേഗം തന്നെ പോവാം. ആൻഡ് ശിവാനന്ദ ആശ്രമം വന്നിട്ട് നേർ ഡാമിന് അടുത്താണ് ഇരിക്കുന്നത്. നമുക്കവിടെ എത്തിയിട്ട് കാണാം. ഹേ ഗായ്സ്, ഞാൻ ദേ ആശ്രമത്തിൽ പോകുന്ന വഴി, ഐ ഡോണ്ട് നോ ദിസ് പ്ലേസ് ആക്ച്വലി, എന്തോ ഒരു പേര്. ഇനി എന്തായാലും ഇനി 5 മിനിറ്റിൽ നമ്മൾ ആശ്രമത്തിൽ എത്തും. സോ ഞാനിങ്ങനെ വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഐ സോ എ ബ്യൂട്ടിഫുൾ സീനറി. സോ അതുകൊണ്ട് ഞാൻ വണ്ടി ഇവിടെ നിർത്തി നിങ്ങളെ കാണിച്ചു തരാൻ വേണ്ടി ഐ ഷോ യു. നമ്മളിപ്പോൾ റീച്ച് ആയിട്ടുണ്ട്. അപ്പം ഞാൻ കരുതി ചെക്ക് ഇൻ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ ഒരു സ്പോട്ട് ഉണ്ട്, കാണിച്ചു തരാമെന്ന്. നമ്മുടെ ആശ്രമം ഇതാണ്, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടാണ്. കാണിച്ചു തരാം. ഇത് ആക്ച്വലി നമ്മുടെ ശിവാനന്ദ ആശ്രമത്തിൻ്റെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ഒരു അമ്പലമാണ്. പക്ഷേ ഗൈസ്, ദ വ്യൂ ഇസ്, അത് നിങ്ങൾ കാണേണ്ട കാര്യമാണ്. നേർ ഡാമിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു ഭാഗം ഈ കോവിലിൻ്റെ ഫ്രണ്ടിലാണ്. ഇറ്റ്സ് സോ ഗുഡ്. കാണിച്ചു തരാം. ഇതാണ് അമ്പലം. ആൻഡ് ഹിയർ കംസ് അവർ വ്യൂ ഗൈസ്. ടാ! ഇവിടെ ആക്ച്വലി സൂക്ഷിച്ചും കണ്ടും വേണം വരാൻ. ചീങ്കണ്ണി, പാമ്പ്, എന്ത് വേണമോ നമുക്ക് പ്രതീക്ഷിക്കാം. സോ കെയർഫുൾ ആയിട്ട് വരിക. സോ ദിസ് ഇസ് ദ വ്യൂ. നോക്ക്, നമ്മൾ ഈ ഒരു വ്യൂ കാണാൻ വേണ്ടി മാത്രം ആക്ച്വലി ആശ്രമത്തിൽ നിന്ന് ഇറങ്ങും. പിന്നെ മുന്നേ നമ്മൾ കുളിക്കാൻ ഇറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒത്തിരി മരണവും ഒക്കെ ആയതുകൊണ്ട്, പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മളിപ്പോൾ ഇറങ്ങുന്നില്ല. സോ ഇത് പണ്ടത്തെ ഈ പീഠം എന്ന് പറയുമല്ലോ, സന്യാസിമാരിരിക്കുന്നത്, അതാണ്. സോ ദിസ് ഇസ് ദ വ്യൂ ഗൈസ്. സോ ഗൈസ്, എന്തായാലും ഇനി വെച്ച് താമസിക്കുന്നില്ല, എനിക്കിത് കാണിക്കണമെന്നുണ്ടായിരുന്നു, ഞാൻ വന്നതാ. ഇനി നമുക്ക് വേഗം പോയി ചെക്ക് ഇൻ ചെയ്യാം. ഇതാണ് നമ്മുടെ മെയിൻ ഏരിയ ഓഫ് അട്രാക്ഷൻ. ഇവിടെ നമ്മൾ ടീ ടൈമിൽ എല്ലാവരും ഫ്രീ ആയിട്ട് വന്നിരുന്ന് കഴിയും. അയ്യോ, അതെന്താണ്? മാങ്ങ വീണ ഗൈസ്, ഞാൻ പേടിച്ചു. ഓക്കെ, സോ ഇവിടെ ഒത്തിരി മരങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ ഈ 2 ഹാളിലാണ് നമ്മൾ മെയിനായിട്ട് യോഗ ചെയ്യുന്നത്, യോഗ വെക്കേഷനൊക്കെ വരുന്നവർക്ക്. സോ ഇത് ശിവ ഹാൾ, മേളിൽ താഴെ വന്ന് രാമ ഹാൾ. സോറി, ഇപ്പോൾ ധന്വന്തരി ഹാളാക്കിയിരുന്നു, നേരത്തെ രാമായിരുന്നു. ഓക്കെ, എനിവേ, അങ്ങനെ നമ്മൾ തിരിയുമ്പോഴേക്കും ഇവിടെ ഫുൾ ഡോർമെട്രീസ്, റൂമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. ആൻഡ് ഇവിടെ വരുമ്പോൾ നമുക്ക് ഒരു ഡ്രിങ്കിങ് വാട്ടർ ഏരിയ ഉണ്ട്, നമുക്ക് എടുക്കാം. അതുപോലെ താഴെ പോകുമ്പോൾ ഇത് ആക്ച്വലി നല്ലൊരു പരിപാടിയാണ്. ഫ്രീ ഷോപ്പ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് സാധനങ്ങൾ ഡൊണേറ്റ് ചെയ്യാം, അവിടെ നിന്ന് സാധനങ്ങൾ ഇഷ്ടമുള്ളത് എടുക്കാം. സോ ഇറ്റ്സ് എ ഫ്രീ ഷോപ്പ്. അപ്പം ഞാനിപ്പോൾ പോയായിരുന്നു നേരത്തെ, അങ്ങനെ പ്രത്യേകിച്ചൊന്നും കണ്ടില്ല. സോ
ഇതൊക്കെ ആൾക്കാർ ഡൊണേറ്റ് ചെയ്യുന്നതാണ്, നമുക്കും ഡൊണേറ്റ് ചെയ്യാം, നമുക്ക് എടുക്കാം ഫ്രീ ആയിട്ട്. സോ വളരെ നല്ലൊരു പരിപാടിയാണിത്. നമുക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ കൊടുക്കാനും എടുക്കാനും ഒക്കെ പറ്റും. സോ 10 മണിക്ക് ഇവിടെ ആക്ച്വലി ഒരു സ്കെഡ്യൂളൊക്കെ ഉണ്ട് ഗൈസ്. സോ ഞാനത് സൈഡിൽ ഫോട്ടോ വയ്ക്കാം. സോ വളരെ പീസ്ഫുള്ളായിട്ടൊരു എൻവയൺമെൻറ്റ്. ഞാൻ വന്നപ്പോഴത്തേക്ക് 9 മണിയൊക്കെ ആയല്ലോ, അതുകൊണ്ട് എനിക്ക് ക്ലാസ് മിസ്സായി. കുഴപ്പമില്ല, നമുക്ക് ബാക്കി അങ്ങോട്ടുള്ള സെഷൻസ് നമുക്ക് മിസ് ചെയ്യാതെ എടുക്കാം. സോ ഗൈസ്, ഇത് മഞ്ചാടി മരമാണ് കേട്ടോ. അപ്പം ഞാൻ കുറച്ച് മഞ്ചാടി കളക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സത്യം പറയാമല്ലോ, കുറേ നാളായിട്ട് ഇങ്ങനെ കോർപ്പറേറ്റ് ലൈഫ് ജീവിച്ച് നമ്മൾ ഈ ഇടയ്ക്കൊക്കെ ഇതൊരു ട്രിപ്പ് പോകുമ്പോഴും ശരിക്കും ആശ്രമത്തിൽ വരുമ്പോഴും ഒക്കെയാണ് ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര പീസ്ഫുൾ ആൻഡ് ഹാപ്പി ആൻഡ് ബ്ലെസ്ഡ് എന്ന് തോന്നുന്നത്. അല്ലാതെ നമ്മൾ എന്നും ഒരേപോലെ ജോലിക്കും പോയി തിരിച്ച് വീട്ടിൽ വരുന്നു, ഇങ്ങനെ ഒരേ സ്കെഡ്യൂളായിട്ടിരിക്കുമ്പോഴത്തേക്ക് സത്യം പറഞ്ഞാൽ പലപ്പോഴും നമുക്ക് മനസ്സൊക്കെ ഒരു മടുപ്പ് തോന്നാറുണ്ട്. എനിക്ക് പലപ്പോഴും തോന്നുന്നൊരു സംഭവമാണ് വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് ലൈഫ് എന്ന്. കാരണം നമ്മൾ ഒരു കാര്യമില്ല, എന്തുവായാലും നമുക്ക് പൈസ കിട്ടുന്നുണ്ട് അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അത് ഓക്കെ, ജീവിക്കാൻ പൈസയും വേണം. പക്ഷെ നമ്മളിങ്ങനെ ഒരു 5 days ഫുള്ള് വർക്ക് ചെയ്ത് 2 ദിവസം നമ്മുടെ എനർജി മൊത്തം ഡ്രെയിൻ ചെയ്തിട്ട് റെസ്റ്റ് എടുത്ത് തീർക്കാനേ നമ്മൾ നോക്കൂ. സോ അങ്ങനെ ഒരു റോബോട്ടിക് ലൈഫിൽ നിന്ന് നമ്മൾ ഇടയ്ക്കൊക്കെ റൺ ഔട്ട് ചെയ്ത് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ ആശ്രമം ഞാൻ കുഞ്ഞിലെ തൊട്ട് പോകുന്നൊരു സ്ഥലമാണ്. ഞാൻ പല വീഡിയോസിലും പല വ്ളോഗ്സിലും ഞാനത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ സെക്കൻഡ് ഹോം ടു മീ. അത് ഇവിടെ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുന്നവർക്കത് മനസ്സിലാവും. സോ ഇവിടെ നിങ്ങൾക്ക് യോഗ വെക്കേഷൻ, TTC, ADTC, മറ്റു കോഴ്സുകൾ, പിന്നെ ആയുർവേദ ഷോപ്പുണ്ട്, പഞ്ചകർമ്മ, നിങ്ങൾക്ക് എന്ത് രീതിക്ക് വേണം നിങ്ങൾക്ക് ഇവിടെ വരാം. ജസ്റ്റ് ഗൂഗിൾ ശിവാനന്ദ ആശ്രം നേടാം. ഇവർക്ക് ഓൾ ഓവർ ദ ഇന്ത്യ കുറേ ബ്രാഞ്ചസും ഉണ്ട്. ബട്ട് ദിസ് ഇസ് ദ ബെസ്റ്റ് വൺ എനിക്ക് തോന്നുന്നു. ഞാൻ വേറെ പോയിട്ടില്ല, ബട്ട് ഞാൻ ഫോട്ടോസ് കണ്ടിട്ടുണ്ട്. ചിലതൊക്കെ വളരെ ചെറിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ്. പക്ഷെ ഇത് ഭയങ്കര വൈഡൊരു ഇതാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നത് നമ്മുടെ ആദിയോഗി ഇല്ലെങ്കിൽ ഇഷയുടെ അത്ര വലിപ്പമല്ല, ബട്ട് ഇതെന്തോ ഭയങ്കര വൈഡാണ്. അവിടെ ഒത്തിരി നമുക്ക് പ്രകൃതിയായിട്ട് നമുക്ക് അത്ര ക്ലോസായിട്ട് നമുക്ക് ഇരിക്കാം, യോഗ ചെയ്യാം, സോഷ്യലൈസ് ചെയ്യാം, പുതിയ ആൾക്കാരെ കാണാം. ഇറ്റ്സ് അനദർ എക്സ്പീരിയൻസ് ഗൈസ്. സോ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമുള്ളൊരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ വന്ന് നോക്കുക. സോ എനിക്ക് 10 മണിക്കൊരു ബ്രഞ്ചുണ്ട്. അപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഞാൻ സ്കെഡ്യൂൾ കാണിച്ചതുപോലെ 2 നേരമാണ് നമുക്കൊരു പ്രോപ്പർ മീലായിട്ടുള്ളത്. ഒന്ന് 10 മണിക്കൊരു ബ്രഞ്ചും പിന്നെ ഒരു 5:30 ഡിന്നർ പോലെ കാപ്പി ഐറ്റം എന്തെങ്കിലും ആയിരിക്കും. പിന്നെ എല്ലാത്തിനും അവരുടെ ഒരു ഫോറിനേഴ്സാണ് കൂടുതൽ വരുന്നത്, അവർക്ക് വേണ്ടിയിട്ടൊരു സാലഡ്, പിന്നെ ഹെൽത്തിയും കൂടെയാണ്, ഒരു സാലഡും കാണും. സോ ഞാൻ എൻജോയ് ചെയ്യട്ടെ. സോ ഗൈസ്, ഇവിടെ ഞാൻ വന്നപ്പോൾ കാണിച്ചിരുന്നില്ല യോഗ സെഷൻ, അതവിടെ നടക്കുകയാണ്. ഇപ്പോൾ കഴിയും. എന്നിട്ട് നമുക്ക് 10 മണിക്ക് ബ്രഞ്ച് എന്നിട്ടാണ് തുടങ്ങുന്നത്. സത്യം പറയാണ്ട് ഇവിടുത്തെ സീനറി എനിക്ക് എത്ര പറഞ്ഞാലും മതിയത്തില്ല. കണ്ടോ, നമ്മൾ നേരത്തെ കണ്ട ആ പുഴയുടെയൊക്കെ സൈഡാണ് ഈ ഫ്രണ്ടിൽ കണ്ടത് നമ്മൾ. ഇതാണ് നമ്മൾ കയറി വരുന്ന റിസപ്ഷൻ ഏരിയ. ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ കയറി വരും. എൻ്റെ ഡോർമെട്രീസും ഞാൻ ഇവിടെയാണ് നിൽക്കുന്നത്. സോ 10 മണിയായി. അപ്പോൾ നമുക്ക് ബ്രഞ്ച് കഴിക്കാൻ പോവാം. സോ പ്ലേറ്റും കപ്പും ഒക്കെ എടുക്കാനാണ് ഞാൻ വന്നത്. നമുക്ക് എടുത്തിട്ട് വേഗം പോവാം. That I love her until it does. I know between the two of us, that heart you can steal. Help me if you will.